അവൾക്കെന്തോ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വെച്ച് താമസിപ്പിച്ച അത് അപകടമാ. എത്രയും പെട്ടെന്ന് എന്താന്ന് വെച്ചാ ചെയ്യണം. ഞാനിന്ന് രാത്രി അങ്ങ് വരാം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ ഒരു തീരുമാനം അങ്ങ് എടുക്കാം. നീ ധൈര്യമായിട്ടിരിക്കെ. ശരി. എല്ലാം സെറ്റല്ലേ? പയ്യെ പറ. നീ പറഞ്ഞതുപോലെ പാലില് ഉറക്ക ഗുളിക ചേർത്ത് ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. നല്ല ബലമുള്ള കയറാ. ദാ. റൂം എവിടെ? ദാ ആ കാണുന്ന റൂമാ. അവളെവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. നീ നീ ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ തന്ന പാല് നീ കുടിച്ചില്ലേ? അമ്മ എന്ത് വിചാരിച്ചു? അമ്മ തന്ന പാലും കുടിച്ച് ഞാൻ ബോധം കെട്ട് കിടന്ന് ഉറങ്ങുവാണെന്നോ? എങ്കി അമ്മയ്ക്ക് തെറ്റി. നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ഇന്നലെ കണ്ട ഏതോ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി നൊന്തുപെറ്റ സ്വന്തം കുഞ്ഞിന് പാലില് മയക്കുമരുന്ന് കലർത്തി ബോധം കെടുത്തി കൊല്ലാൻ നോക്കുന്ന ഒരു അമ്മ. നിങ്ങളെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. നിങ്ങളൊരു സ്ത്രീയാണോ? എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിരുന്നു. ഞാൻ ആ പാല് കുടിക്കാത്തോണ്ട് എനിക്കിപ്പോ ഇവിടെ ജീവനോടെ നിൽക്കാൻ പറ്റി. അതേടി, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാ. എനിക്ക് നിന്നേക്കാൾ വലുത് ഇവനാ. എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കണം. അതിന് നീ ഒരു തടസ്സമാകാൻ പാടില്ല. നീ ഒച്ച വിളിക്ക, നിലവിളിക്ക, ആരും കേൾക്കാൻ പോണില്ല. ചെന്നവളുടെ വാപ്പത്തൊടാ. വാപത്താനൊക്കെ വരട്ടെ. അമ്മ ആദ്യം ഈ ഫോണിലോട്ടൊന്ന് നോക്കിയേ. ദാ രണ്ടുപേരും കണ്ണു നിറച്ച് കണ്ടോ? ഞാനേ ഇൻസ്റ്റാഗ്രാമില് ലൈവിലാ. പണി പാളിയല്ലോടി. ഇപ്പൊ നിങ്ങൾ മാത്രമല്ല, ലോകം മൊത്തം ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടോണ്ടിരിക്കുക. ഇനി നിങ്ങൾക്ക് എന്നെ കൊല്ലണോ? കൊല്ല്. നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. മോളെ. മോളോ? ഏത് മോള്? നിങ്ങൾക്ക് ഒരിക്കലും എന്നെ മോളേന്ന് വിളിക്കാനുള്ള ഒരു അവകാശം ഇല്ല. ഞാനേ എന്റെ അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോവാ. കുറച്ച്